മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवते हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മഹാത്മ്യം അവസാനിക്കുകയാണ്. ഇവിടെ ദേവി രാജാവിൻ്റെയും വൈശ്യൻ്റെയും മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർക്ക് വരം നൽകുന്നത് അതാണ് ഇവിടെ പറയണത്. അവരോട് വേണ്ടതായിട്ടുള്ള വരങ്ങൾ ചോദിച്ചോളാനായിട്ട് പറഞ്ഞു. രാജാവ് തനിക്ക് തൻ്റെ രാജ്യം തിരിച്ചു കിട്ടണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹമാണ് പറഞ്ഞത്. വൈശ്യനാവട്ടെ തനിക്ക് ജ്ഞാനം ഉണ്ടാവണം എന്നാണ് പ്രാർത്ഥിച്ചത്. ആ രണ്ട് വരങ്ങളും ദേവി കൊടുക്കണതായിട്ടാണ് പറയണത്. സ്വൽപ്പൈരഹോഭിർനൃപതേ സ്വരാജ്യം പ്രാപ്സ്യതേ ഭവാൻ ഹത്വാ രിപൂനസ്ഖലിതം തച്ച തവ തച്ച ഭവിഷ്യതി. സ്വൽപ്പൈരഹോഭി കുറച്ച് ദിവസങ്ങൾ കൊണ്ട്, ഇനി അധികം താമസം ഒന്നും ഉണ്ടാവില്ല. സ്വൽപ്പൈഹി അഹോഭിഹി കുറച്ച് ദിവസങ്ങളെ കൊണ്ട് സ്വരാജ്യം പ്രാപ്സ്യതേ ഭവാൻ അങ്ങക്ക് തൻ്റെ രാജ്യം തിരിച്ചു കിട്ടും. സ്വരാജ്യം തൻ്റെ രാജ്യത്തെ തിരിച്ചു കിട്ടും, അത് തിരിച്ച് വാങ്ങിക്കാൻ പറ്റും എന്നാണ്. ഹത്വാരിഭൂൻ എങ്ങനെയാണത്? ആ ശത്രുക്കളെയൊക്കെ എല്ലാം വസിച്ചതിന് ശേഷം എല്ലാ ശത്രുക്കളെയും വസിച്ച് അങ്ങക്ക് ആ രാജ്യം തിരികെ കിട്ടും എന്ന് പറഞ്ഞു. ഇനി അസ്ഖലിതം തച്ച തവ ഭവിഷ്യതി. തച്ച അതാകട്ടെ, അതായത് തിരിച്ചു കിട്ടുന്നതായിട്ടുള്ള ആ രാജ്യം അസ്ഖലിതം തവ ഭവിഷ്യതി. തവ അങ്ങക്ക് അസ്ഖലിതമായിട്ട് ഭവിക്കും. ഇനി അവിടുന്ന് മാറ്റം ഉണ്ടാവില്ല. രാജ്യം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോവില്ല ഇനി എന്നുള്ളതാണ്. അസ്ഖലിതമായിട്ട് അത് അങ്ങയിൽ തന്നെ വർത്തിക്കും. അങ്ങക്ക് അത് സ്ഖാലിത്യമില്ലാതെ കണ്ട്, അതായത് സ്ഖാലിത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി മാറിപ്പോവുക എന്നുള്ളതൊക്കെയാണ്. അതില്ലാതെ കണ്ട് അങ്ങയുടേതായിട്ട് തന്നെ ആ രാജ്യം ഭവിക്കും. അത് തിരിച്ചു കിട്ടും ചെയ്യും. അതിന് പിന്നെ അങ്ങ് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. ഇനി മൃതശ്ച ഭൂയ സംപ്രാപ്യ ജന്മദേവാത് വിവസ്വത സാവർണികോ നാമമനു ഭവാൻ വത്സ ഭവിഷ്യതി. ഇനി മൃതശ്ച മരണശേഷം, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂയ വീണ്ടും സംപ്രാപ്യ ജന്മ ദേവാത് വിവസ്വത. ദേവാത് വിവസ്വത ദേവനായ സൂര്യനിൽ നിന്ന്, സൂര്യഭഗവാന്റെ പുത്രനായിട്ട് ജനിക്കും എന്നാണ്. വിവസ്വത ദേവാത് വിവസ്വനായിട്ടുള്ള ദേവനിൽ നിന്ന്, സൂര്യഭഗവാനിൽ നിന്ന് ജന്മ സംപ്രാപ്യ ജന്മത്തെ പ്രാപിച്ചിട്ട്, സൂര്യഭഗവാന്റെ പുത്രനായിട്ട് ജനിച്ചിട്ട് സാവർണിക നാമ മനുഹു സാവർണികൻ എന്നു പേരായ മനുവായിട്ട് ഭവാൻ ഭവിഷ്യതി അങ്ങ് ആയിത്തീരും. അങ്ങ് സാവർണികൻ എന്നുള്ളതായിട്ടുള്ള മനുവായിട്ട് തീരും എന്നാണ്. അതായത് ഇപ്പോഴത്തെ മനു വൈവസ്വത മനു എന്നാണ് പറയുക. ഇനി ഇത് ഈ മനുവിൻ്റെ കാലം കഴിഞ്ഞാൽ, ഓരോ മനുവിനും തർത്ത കാലങ്ങൾ എന്നുണ്ട്. ആ കാലം ഒരുപാടുണ്ട്. അത് ആ വൈവസ്വത മനുവിൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നത്തെ അടുത്ത മനു സാവർണിക മനുവാണ് എന്നുള്ളതാണ്. അപ്പം ഈ വൈവസ്വത മനുവിൻ്റെ കാലം കഴിയുമ്പോൾ അങ്ങ് വിവസ്വാനിൽ നിന്ന് തന്നെ ജന്മം ലഭിച്ചിട്ട് സാവർണികൻ എന്ന മനുവായിട്ട് തീരും എന്നാണ്. ഭവാൻ വത്സ ഭവിഷ്യതി. ഇനി വൈശ്യവര്യത്വയായച്ച വരോസ്മത്തോഭിവാഞ്ചിത തം പ്രയച്ഛാമി സംസിദ്ധ്യൈ തവ ജ്ഞാനം ഭവിഷ്യതി. വൈശ്യവര്യ, ഇനി വൈശ്യനോട് പറയുകയാണ്. രാജാവിന് വേണ്ടതായിട്ടുള്ള വരം കൊടുത്തു കഴിഞ്ഞു. ഈ വൈശ്യനോട്, വൈശ്യവര്യ അല്ലയോ വൈശ്യശ്രേഷ്ഠ, ത്വയാ അങ്ങയാൽ യച്ച വരഹ അസ്മത്തഃ അഭിവാഞ്ചിത. അസ്മത്തഃ എന്നിൽ നിന്ന് അങ്ങയാൽ എന്തു വരമാണോ ആഗ്രഹിക്കപ്പെട്ടത്, അഭിവാഞ്ചിത ആഗ്രഹിക്കപ്പെട്ടു. അസ്മത്തഃ എന്നിൽ നിന്ന് അഭിവാഞ്ചിത ആഗ്രഹിക്കപ്പെട്ടത് യാതൊരു വരമാണോ, യച്ച വരഹ യാതൊരു വരമാണോ അങ്ങ് എന്നിൽ നിന്ന് കിട്ടാനായിട്ട് ആഗ്രഹിച്ചത്, തം പ്രയച്ഛാമി അതിനെ ഞാൻ നൽകുന്നു. ആ വരത്തെ ഞാൻ പ്രയച്ഛാമി നൽകുന്നു. സംസിദ്ധ്യൈ എന്തിനു വേണ്ടിയിട്ട്? അങ്ങയുടെ സംസിദ്ധിക്കായിക്കൊണ്ട്. സംസിദ്ധി എന്ന് വെച്ചാൽ മോക്ഷപ്രാപ്തി തന്നെയാണ് അവിടെ സംസിദ്ധി. ആ സംസിദ്ധ്യൈ അങ്ങയുടെ മോക്ഷപ്രാപ്തിക്കായിക്കൊണ്ട്
തവ ജ്ഞാനം ഭവിഷ്യതി, അതിന് പറ്റിയതായിട്ടുള്ള ജ്ഞാനം അങ്ങക്ക് ഉണ്ടാകും. മോക്ഷം ലഭിക്കാനുള്ളതായിട്ടുള്ള സംസിദ്ധിക്കായിട്ടുള്ള ജ്ഞാനം തവ ഭവിഷ്യതി, അങ്ങക്ക് ഉണ്ടായിത്തീരും. ആ ജ്ഞാനം വേണമെന്നാണ് വൈശ്യൻ ചോദിച്ചത്. ആ ജ്ഞാനം ഉണ്ടായിത്തീരും എന്ന് അനുഗ്രഹിച്ചു. ഇതി ദത്വാ തയോർദേവി യഥാഭിലഷിതം വരം ബഭൂവാന്തർഹിതാ സദ്യോ ഭക്ത്യാ താഭ്യാമഭിഷ്ടുത. ഇതി ദത്വാ തയോः ദേവി യഥാഭിലഷിതം വരം, തയോः അവർക്ക് രണ്ടുപേർക്കും യഥാഭിലഷിതം വരം, ആഗ്രഹിച്ചതുപോലെയുള്ളതായിട്ടുള്ള വരത്തെ, ഓരോരുത്തരും ആഗ്രഹിച്ചതായിട്ടുള്ള വരത്തെ തന്നെ ഇതി ദത്വാ ഇപ്രകാരം നൽകിയിട്ട് ആ ദേവി ബഭൂവ അന്തർഹിത സദ്യ ഉടൻ തന്നെ അന്തർഹിത ബഭൂവ അപ്രത്യക്ഷയായി, അന്തർഹിതയായി തീർന്നു, അപ്രത്യക്ഷയായി എന്നാണ്. ഭക്ത്യാ താഭ്യാം അഭിഷ്ടുത, താഭ്യാം അവരിരുവരാലും, താഭ്യാം ദ്വിവചനാണ്, അവർ രണ്ടുപേരും അഭിഷ്ടുത അവരാൽ അഭിഷ്ടുത സ്തുതിക്കപ്പെട്ടുകൊണ്ട്, ഭക്തിയോടുകൂടി രണ്ടുപേരും സ്തുതിച്ചു. അങ്ങനെ രണ്ടുപേരാലും ഭക്തിയോടുകൂടി സ്തുതിക്കപ്പെട്ടുകൊണ്ട് ആ ദേവി അവിടെ അന്തർധാനം ചെയ്തു, മറഞ്ഞു എന്നാണ്. ഇത്തം ദേവ്യാവരം ലബ്ധ്വാ സുരഥ ക്ഷത്രിയർഷഭ സൂര്യജന്മസമാസാദ്യ സാവർണോ ഭവിതാ മനു. ഇത്തം ഇപ്രകാരം ദേവ്യാ വരം ലബ്ധ്വാ ദേവിയിൽ നിന്നും വരത്തെ ലഭിച്ചിട്ട്, ഇപ്രകാരം വരം ലഭിച്ചതായിട്ടുള്ള ആ സുരഥ രാജാവ്, സുരഥ ക്ഷത്രിയർഷഭ, ക്ഷത്രിയ ശ്രേഷ്ഠനായിട്ടുള്ള ആ സുരഥ രാജാവ് സൂര്യാൽ ജന്മ സമാസാദ്യ, പിന്നെ സൂര്യനിൽ നിന്ന് ജന്മത്തെ പ്രാപിച്ചിട്ട്, ഇനി വരാൻ പോണതാണ് പറയണത്, സൂര്യനിൽ നിന്ന് സൂര്യൻ്റെ പുത്രനായിട്ട് ജനിച്ചിട്ട്, സൂര്യാത് ജന്മ സമാസാദ്യ ലഭിച്ചിട്ട്, ജന്മത്തെ ലഭിച്ചിട്ട് സാവർണോ ഭവിതാ മനുഹു, സാവർണ മനുഹു ഭവിത, സാവർണൻ എന്ന മനുവായിട്ട് ഭവിക്കും. ഭാവിയിലത്തെയാണ്. സാവർണൻ എന്നുള്ളതായിട്ടുള്ള മനുവായിട്ട് അദ്ദേഹം തീരും എന്നാണ് പറഞ്ഞത്. അവസാനിച്ചത് ആ ദേവീ മാഹാത്മ്യം അവിടെ അവസാനിപ്പിച്ചു. ഇതി ശ്രീമാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ ത്രയോദശോധ്യായ സമാപ്ത. 13ാമത്തെ അധ്യായം അവിടെ മാർക്കണ്ഡേയ പുരാണത്തിലുള്ളതാണ്. ഈ ദേവി മാഹാത്മ്യം എന്നാണ് പറയുന്നത്. അതാണ് മാർക്കണ്ഡേയ പുരാണേ എന്ന് പറയുന്നത്. മാർക്കണ്ഡേയ പുരാണത്തിൽ മാർക്കണ്ഡേയൻ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ദേവി മാഹാത്മ്യം. അപ്പം അതുകൊണ്ട് അത് മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്നെടുത്തതാണ്. ആ ദേവി മാഹാത്മ്യം അവിടെ സമാപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ.